ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസൈനർ എലൈൻ കുർത്തിയുടെ കട്ടിങ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇതിന് യോക്കും സ്കേർട്ടും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തത്. അതിനകത്തിലെ യോക്കിൻ്റെ ലൈനിങ് ഭാഗം നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലൈനിങ് യോക്ക് എടുത്തത്. ആദ്യം നമ്മൾ നല്ല തുണിയുടെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ചിൽ നമ്മുടെ നെക്കിൻ്റെ വിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിനകത്തോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനിങ് മണ്ടയിലിട്ടിട്ട് 4 ഇഞ്ചിൽ ഇങ്ങനെ നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. 4 ഇഞ്ചിൽ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമേ. നമ്മളങ്ങനെ ലെവലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി എന്നിട്ട് നമ്മളത് കട്ട് ചെയ്യുക. നല്ല ഭാഗം സ്റ്റിച്ച് കൊള്ളാതെ 4 ഇഞ്ച് മാറ്റി നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് ചെറിയ ഓരോ കട്ടിങ് കൊടുക്കുക. ഓരോ ഇഞ്ച് ഇടവിട്ട് എല്ലാ ഭാഗത്തും ചെറിയൊരു സ്റ്റിച്ച് കൊള്ളാതെ കട്ട് ചെയ്യുക. ഈ ലൈനിങ് ഉൾഭാഗത്തോട്ട് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് ഉൾഭാഗത്തോട്ട് മറിച്ചിടുമ്പോൾ ഇങ്ങനെ കിട്ടുമേ. എന്നിട്ട് നമ്മൾ അറ്റത്തോടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ്, താഴെ വേസ്റ്റ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കേ. അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ബാക്കി പോർഷനെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വേസ്റ്റിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോട്ടിട്ടും കൊടുത്തിട്ടുണ്ട്, സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. യോക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ചെയ്തേക്കുന്നത് നമ്മളാണെങ്കിൽ മറ്റേതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ 4 ഇഞ്ചിൽ കഴുത്ത് സ്റ്റിച്ച് ചെയ്തു. ഇതിനകത്തിൽ റൗണ്ടേ സ്റ്റിച്ച് ചെയ്തു. പക്ഷെ മറിച്ചിട്ടിട്ടില്ലേ. മറിച്ചിടുന്നതിന് മുമ്പ് നമ്മൾ ഈ യോക്ക് പീസ് ഇത് പിടിപ്പിക്കണം. ഇതിൻ്റെ നല്ല വശമാണ്. യോക്കിൽ നമ്മൾ നെറ്റ് പിടിപ്പിക്കുന്നുണ്ടല്ലോ, അതതിൻ്റെ നല്ല വശം. ഇതിൻ്റെ സെൻറ്റർ വരുന്നത് ഈ ഭാഗം. ഇവിടുന്ന് 4 ഇഞ്ച്, ഇങ്ങോട്ട് 4 ഇഞ്ച്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് അതേ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമേ. 4 ഇഞ്ചിൽ നമ്മൾ എങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തോ അതേപോലെ തന്നെ ഇതിലും സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് നല്ല വശത്തോട്ട് മറിച്ചു. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മുടെ നല്ല തുണിയുടെ മണ്ടയ്ക്കും അടിയിൽ ലൈനിങ്ങുമായി. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു അറ്റത്തൂടെ ഈ നെക്ക് പിടിച്ച് അറ്റത്തൂടെ നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ട് ആം ഹോള്, ചെസ്റ്റ് ഇതെല്ലാം നമ്മൾ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. ആ ക്ലിപ്പ് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ആ ക്ലിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പക്ഷെ അതിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നത്. ഇനി നമുക്ക് കൈ ചെയ്യാമേ. കൈയുടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. കൈയിൽ നിങ്ങൾ എടുക്കുമ്പോൾ പന്നവശം എടുക്കണേ. പന്നവശത്തിനകത്തോട്ട് ഈ കുർത്തയുടെ പീസിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് 4 ഇഞ്ചിൽ 1/2 ഇഞ്ചിലോ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ തിരിച്ച് മറിക്കുക. തിരിച്ച് അങ്ങോട്ടിട്ടിട്ട് അവിടെ സ്റ്റിച്ച് എടുക്കുക. കാണിക്കാമേ. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ പന്നവശത്തിട്ട് 4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് നല്ല വശത്തോട്ട് മറിക്കുക. മറിക്കുമ്പം നമുക്കിതിങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. അറ്റത്ത് എൻ്റെ കയ്യിലൊരു ബ്ലാക്കിൻ്റെ ലേസ് ഉണ്ടായിരുന്നു. ആ ലേസും കൂടെ കൊടുത്തേ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാനുള്ളതനുസരിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും കൂടെ ചെയ്യും. അങ്ങനെ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ ആണെങ്കിൽ ഒരുമിച്ചാക്കാമേ. ഇനി നമ്മൾ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ലൈനിങ്ങിന് ചെയ്തതുപോലെ തന്നെ സ്കേർട്ടിനും ചെയ്യണേ. സ്കേർട്ടിൻ്റെ പന്നവശം എടുക്കുക. ഇതിൻ്റെ പന്നവശവും നല്ല വശവും കൂടെ വെച്ചിട്ട് നമ്മൾ ആ സ്ലീവിന് ചെയ്ത പോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, മടക്കി അങ്ങോട്ടിടുക, നല്ല വശത്തിട്ട് അരയിഞ്ച് അടിക്കുക. ഇത് സ്ലീവിന് ചെയ്ത പോലെ തന്നെ. ഇപ്പം ഞാനാണെങ്കിൽ ഈ ലൈനിങ്ങും മടക്കി അടിച്ചിട്ടുണ്ട്. വേണ്ട, ലൈനിങ്ങും മടക്കി അടിച്ചിട്ടുണ്ട്. വേസ്റ്റ് ഭാഗവുമായിട്ട് ജോയിനും ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങും നല്ല തുണി. അതുപോലെ നമ്മുടെ ഇനി ബാക്ക് സ്കേർട്ടുണ്ട്, ബാക്ക് ഭാഗമുണ്ട്. അതും ബാക്ക് ഭാഗത്തിൻ്റെ നല്ല തുണിയുടെ അടിവശം അടിക്കണം, ലൈനിങ്ങും അടിക്കണം. അതേപോലെ പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തെ നല്ല തുണിയും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യണേ. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാമേ. ഇവിടെ 2 കൈയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 കൈയും നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ യോക്കും സ്കേർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ യോക്കിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ സ്റ്റിച്ച് ചെയ്യാൻ പോവാം. ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോവാം. യോക്കും സ്കേർട്ടും കൂടെ അങ്ങനെ ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമേ. അങ്ങനെ നമ്മൾ തയ്ച്ച കുർത്തി നമ്മൾ ഷേപ്പ് ആക്കാൻ പോവാന്നേ. ഇവിടുത്തെ വണ്ണം 6 ഇഞ്ച്, വണ്ണം 7 ഇഞ്ച്, ചെസ്റ്റ് 24.5, അതിൻ്റെ പകുതി എടുത്തിട്ട് 12.25, ഇവിടുന്ന് 10. ഇവിടുന്ന് വേസ്റ്റിൻ്റെ നീളം 14. അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ച്. ഇങ്ങോട്ട് 9 ഇഞ്ച്. അങ്ങനെ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഫുള്ളേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് നമുക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കും അതുപോലെ നെറ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.